ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അനധികൃത പണം കണ്ടെത്തിയ സംഭവത്തിൽ മൊബൈൽ ഫോൺ വിവരങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നു. യശ്വന്ത് വർമ്മയുടെ 6 മാസത്തെ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള വിവരങ്ങൾ കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ബൽറാം വെങ്ങാടി ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ബൽറാം, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ നീക്കമാണിത്. 6 മാസത്തെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ, അത് ആ കോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ? പ്രജിൻ, ഈ വിശദാംശങ്ങൾ പരിശോധിക്കുക. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 3 അംഗ അന്വേഷണ സമിതിയായിരിക്കും. ഈ സമിതിയായിരിക്കും കോൾ റെക്കോർഡ് വിവരങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ച് ഈ പണവും അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ പണത്തിന്റെ ഉറവിടം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുക. പ്രധാനമായും അദ്ദേഹത്തിന്റെ 6 മാസത്തെ ഫോൺ വിളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ഫോൺ വിളികളുടെ വിവരങ്ങൾ, ഒപ്പം തന്നെ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദമായ സാങ്കേതിക വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് കൈമാറിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ ഫോൺ കോൾ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ചീഫ് ജസ്റ്റിസ് ഈ വിവരങ്ങൾ കൈമാറണം എന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഡൽഹി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. അതേസമയം ഈ കണ്ടെത്തിയ പണത്തിന്റെ ദൃശ്യങ്ങളടക്കമുള്ള വിവരങ്ങൾ സുപ്രീം കോടതി പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി വെബ്സൈറ്റിലൂടെയാണ് ഈ കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകളുടേതടക്കമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രജിൻ, ബൽറാം വെങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.